السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. വെള്ളവും രണ്ട് കൊല്ലത്തും ശുദ്ധീകരണത്തിന് ഉപയുക്തമായ വെള്ളവും അല്ലാത്ത വെള്ളവും തമ്മിൽ വേർതിരിക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാന മാനദണ്ഡമാണ് വെള്ളം രണ്ട് കൊല്ലത്ത് തികഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നത്. അഥവാ രണ്ട് കൊല്ലത്ത് വെള്ളത്തിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ കൃത്യമാക്കി പറഞ്ഞത് ചതുരത്തിലുള്ള ഒരു പാത്രമാണെങ്കിൽ 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ളതോ, വൃത്തത്തിൽ 1 മുഴം വ്യാസവും 2.5 മുഴം ആഴമുള്ളതോ, ത്രികോണാകൃതിയിൽ 1.5 മുഴം നീളവും വീതിയും 2 മുഴം ആഴവുമുള്ളതോ ആയ പാത്രത്തിൽ നിറയെ ഉള്ള വെള്ളമാണ് രണ്ട് കൊല്ലത്ത് വെള്ളം. അഥവാ ഏകദേശം 191 ലിറ്റർ വെള്ളം എന്നർത്ഥം. അതിനാണ് രണ്ട് കൊല്ലത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പരിധി ഫുഖഹാ നിർണയിച്ചു തന്ന രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഏകദേശം 191 ലിറ്റർ വെള്ളമാണ് രണ്ട് കൊല്ലത്ത് വെള്ളം. ഇതിൽ കുറഞ്ഞ വെള്ളത്തിൽ നജസ് വീണാൽ തന്നെ അത് അശുദ്ധമാകും. കൂടിയ വെള്ളത്തിൽ അഥവാ രണ്ട് കൊല്ലത്തിന് മുകളിലുള്ളതിൽ നജസ് വീണ് വെള്ളത്തിന് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ അശുദ്ധമാവുകയുള്ളൂ. അഥവാ വെള്ളത്തിന് പകർച്ച അനുഭവപ്പെടണം എന്നർത്ഥം. നജസായ കുറേ വെള്ളം ശേഖരിച്ചിട്ട് രണ്ട് കൊല്ലത്തായാൽ നജസിന്റെ നിറമോ വാസനയോ രുചിയോ ഒന്നുമില്ലെങ്കിൽ അത് ശുദ്ധീകരണ യോഗ്യമാകും. ഏത് ശുദ്ധീകരണത്തിനും തൊഹൂറായ വെള്ളം അത്യന്താപേക്ഷിതമാണ്. ഇതിന് മുത്തലഖായ വെള്ളം അഥവാ നിരുപാധിക വെള്ളം എന്ന് പറയുന്നു. ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് രണ്ട് കൊല്ലത്തിനേക്കാൾ കുറഞ്ഞ വെള്ളമാണെങ്കിൽ അത് മുമ്പ് നജസ് നീക്കൽ, വുളൂഅ്, ജനാബത്ത് കുളി പോലുള്ള നിർബന്ധ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ടതായിരിക്കരുത് എന്ന് നിബന്ധനയുണ്ട്. കാരണം രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ ഒരേ വെള്ളം രണ്ടും നിർബന്ധ ശുദ്ധീകരണത്തിന് പര്യാപ്തമല്ല. അതുകൊണ്ട് ആദ്യ തവണ മുഖം കഴുകാൻ ഉപയോഗിച്ച വെള്ളം മറ്റൊരവയവം കഴുകാൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകൽ സുന്നത്താണ്. സുന്നത്തായ ഏത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട കുറഞ്ഞ വെള്ളവും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നിർബന്ധ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട കുറഞ്ഞ വെള്ളം വീണ്ടും ശേഖരിക്കപ്പെട്ട് പകർച്ചയില്ലാത്ത വിധം രണ്ട് കൊല്ലത്തായാൽ അത് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് നജസ് നീക്കുമ്പോൾ നജസായ വസ്തുവിന്മേൽ വെള്ളമൊഴിക്കുകയാണ് വേണ്ടത്. ആ വസ്തു വെള്ളത്തിലിട്ട് കഴുകിയാൽ വെള്ളവും കൂടി നജസാവുകയാണ് ചെയ്യുക. എന്നാൽ ഈച്ച, മൂട്ട, കൂറ, ചെള്ള് തുടങ്ങിയ ഒഴുകാൻ മാത്രം രക്തമില്ലാത്ത ജീവികളുടെ ശവം കുറഞ്ഞ വെള്ളത്തിൽ വീഴുകയോ അവയെ ആ വെള്ളത്തിലിട്ടതിന് ശേഷം ചാവുകയോ ചെയ്താൽ വെള്ളത്തിന് വ്യത്യാസമൊന്നുമില്ലെങ്കിൽ അത് നജസാകുകയില്ല. കാരണം അവ വെള്ളത്തിൽ പൊറുക്കപ്പെടുന്ന നജസുകളാണ്. എന്നാൽ അവയുടെ ശവം വെള്ളത്തിലിട്ടതാണെങ്കിൽ പൊറുക്കപ്പെടുകയുമില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വെള്ളവും രണ്ട് കൊല്ലത്തും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി അത് ഓർത്തു വെക്കണമെന്ന് മാത്രം. അള്ളാഹു ഈ വിശുദ്ധമായ റമദാനിൽ രണ്ടാമത്തെ 10 നമ്മളോട് പറയാനിരിക്കുന്ന ഈ സമയത്ത് മഗ്ഫിറത്തിന്റെ 10ആണ്. അള്ളാഹു അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് നമുക്കേവർക്കും എല്ലാവിധ മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവൻ ഗഫാറാണെന്നാ പറയുന്നത്, അല്ലാതെ ദോഷം പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ മഗ്ഫിറത്തിന്റെ 10 അള്ളാഹുവിലേക്ക് ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചെയ്ത് അവനിലേക്ക് എടുക്കാനും അത് കാരണം നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരുവാനുമുള്ള നല്ല നല്ല സമയങ്ങളാണ്. അള്ളാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു മഗ്ഫൂരീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.